മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജ്മലിനെ അപകടമുണ്ടായ അനൂർക്കാവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അപകടമുണ്ടാക്കിയ കാറുടമ ശോഭയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണോ? നിലവിൽ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആനൂർക്കാവിലാണ്. കഴിഞ്ഞ 15-ാം തീയതി ഈ സംഭവം നടന്ന അതേ ആനൂർക്കാവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം ഇന്ന് ഈ ഉച്ചയോടുകൂടിയാണ് തെളിവെടുപ്പ് നടപടികൾ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ആരംഭിച്ചത്. ആദ്യം പോയത് ഒരു സ്ഥലം, ഇവർ മദ്യപിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം ഇവരെത്തി തെളിവെടുപ്പ് നടത്തി. പിന്നീട് ആനൂർക്കാവിൽ എത്തിച്ചു. പക്ഷേ ഇവിടെ പുറത്തിറക്കാൻ ആയില്ല. അത്രമാത്രം പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ. അത് കഴിഞ്ഞ് പിന്നീട് തെളിവെടുപ്പിന് കൊണ്ടുപോയത് കാർ ഉടമ ശോഭയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ നിന്ന് പിന്നീട് പോയത് ഇയാൾ ഈ കൃത്യം നടത്തിയ ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കരുനാഗപ്പള്ളിയിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞ ശ്രീ പ്രദീപിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ആ സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. പ്രദീപിൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ കടന്ന് പിൻവാതിലൂടെയാണ് ഈ പ്രതി അന്ന് രക്ഷപ്പെട്ടത്. ആ സ്പോട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഡോക്ടർ ശ്രീകുട്ടിയെ ഈ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുന്നതും പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നതും പിറ്റേ ദിവസം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതും. പിറ്റേ ദിവസം രാവിലെ മാത്രമാണ് ഈ പ്രതി ഇയാളെ അജ്മലിനെ പോലീസിന് പിടികൂടാനായത്. അത് കഴിഞ്ഞ് പിന്നീട് ഇവർ ലോഡ്ജിൽ അതിന് മുമ്പ് ഇവിടെ ഈ മദ്യപിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിരുന്ന KC എന്ന് പറയുന്ന KC സെൻറ്ററിലുള്ള ഒരു ലോഡ്ജിൽ പോലീസ് അവിടെ പോയി തെളിവെടുപ്പ് നടത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിപ്പോൾ നിൽക്കുന്ന ആനൂർക്കാവിൽ എത്തിച്ചു. പക്ഷേ ഇവിടെ ഒരു സെക്കൻഡ് പോലും പുറത്ത് ഇറക്കാനായില്ല. അത്രമാത്രം കടുത്ത പ്രതിഷേധമായിരുന്നു. ഇപ്പം എൻ്റെ പിന്നിലൊക്കെ നാട്ടുകാർ ഇവിടെ കൂടി നിൽപ്പുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ അവർ ഇറക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് തടഞ്ഞത്? എന്താണ് കാരണം? എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത് എന്തോന്ന്. നിങ്ങൾ അവിടെ തെളിവെടുപ്പിന് വന്നല്ലോ, വന്ന സമയത്ത് നിങ്ങളൊരു പ്രതിഷേധം ഉണ്ടായിരുന്നല്ലോ, അതിന് കാരണം പറയും. അതിവിടെ ഇറക്കണമായിരുന്നു. എന്തിനാ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് ഇറക്കണമായിരുന്നു. അവനെ ഇവിടെ ഇറക്കി അവന് തെളിവെടുപ്പ് നടത്തണമായിരുന്നു. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇനി എന്ത് പറയുന്നുള്ളൂ? തെളിവെടുപ്പിന് കൊണ്ടുവന്ന ജനങ്ങളുടെ മുമ്പിൽ ആളിനെ ഇറക്കിയാണല്ലേ തെളിവെടുപ്പുണ്ട്. അപ്പം ജനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമായിരുന്നു. ഇപ്പം ഇപ്പം 3 റൗണ്ട് കൊണ്ടുവന്നിട്ട് തിരിച്ചു പോയേക്കുക. ഇനി ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പം ഇത്രയും പിന്നെ ആ ഒരു ക്രൂരകൃത്യം കാണിച്ച ആ 2 പേരുടെ മുഖം ആളുകൾക്ക് കാണണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതാണ്. അവൻ്റെ മുഖം ഒന്ന് കാണണമെന്നുള്ളത് അതാണ് ആ പ്രതിഷേധം. അവനെ ഇറക്കാത്തതിൻ്റെ പ്രതിഷേധമാണ്. ഇത്ര ക്രൂരമായി കൊല ചെയ്ത ആ വ്യക്തിയെ എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇവിടെ ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നത്. അവളെ ആ പെൺകുട്ടിയെയും അവളെയും കൂടെ ഒരുമിച്ച് ഇവിടെ ഒന്ന് കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അല്ല അവനെ ഉലോദ്രവം ചെയ്യാനൊന്നുമല്ല, എല്ലാവർക്കും കൂടെ അവനെ ഒന്നുകൂടെ കാണണം. അത്രയും ഇടുങ്ങിയ മനസ്സോടുകൂടി ആ കൊച്ചിൻ്റെ ദേഹത്ത് കയറ്റി ഇറക്കി അവനെ ഒന്ന് കാണണം. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ ആഗ്രഹം. അപ്പോൾ ഇവിടെ വലിയ ഒരു പ്രതിഷേധമുണ്ടല്ലോ നാട്ടുകാരുടെ. അതെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമായൊരു വിമർശനം കൂടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വന്ന് കാറിനകത്ത് വന്ന് ഇറങ്ങിയപ്പം തന്നെ ഇറങ്ങിയില്ല. കാറിനകത്ത് ഇരുന്നവർ തന്നെ കണ്ടത് വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയുള്ള പ്രതിഷേധം അവനോടുണ്ട്. ഇവിടെ കാണുന്ന ഒരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവൻ്റെ സമീപനം തന്നെ. അത് വളരെ മോശമാണ്. അത് ഇത്രയും ഒരു കൊലപാതകം ചെയ്തിട്ട് അവനെ വണ്ടിക്കകത്ത് നിന്നുകൊണ്ട് ചിരിക്കുക ഇത്രയും ജനത്തെ കണ്ടുകൊണ്ട് അത് മോശമുള്ള നടപടിയാണത്. അത് നിങ്ങൾ നാട്ടുകാരെ വെല്ലുവിളിക്കുന്നു. നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ വെല്ലുവിളിക്കുക. അത്രയും ജനപണി ഇന്നൊക്കെ അവനൊരു കൂസമില്ലാതെ വണ്ടിക്കകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മോശമല്ലയോ? ജനത്തിന് അത്രയും ഉള്ള പ്രതിഷേധമുണ്ട്. അവന് കിട്ടിയ അവനെ ഉപദ്രവിക്കാണ്ടിരിക്കുകയുള്ളത്. പോലീസിന് പ്രൊട്ടക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് ആരും ചെയ്യാതിരിക്കുന്നത്. ഓക്കെ. ഈ നാട്ടുകാരുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അവരെ സംബന്ധിച്ച് അവരെ കൺമുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു കൃത്യം നടന്നതിൻ്റെ ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു ഞെട്ടൽ അവരുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അത്രമാത്രം ഒരു ഭീകരമായ ഒരു കാഴ്ചയാണ് അന്ന് അവർ കാണുന്നത്. ഒരുപക്ഷെ ഈ ഡോക്ടർ ഇതിനകത്ത് ഉണ്ടായിട്ട് ജീവൻ രക്ഷിക്കേണ്ട ആ ഡോക്ടർ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ അവിടെ നിന്ന് വണ്ടി വിട്ടു പോകാൻ ഇയാളോട് അജ്മലിനോട് നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ആരോപിക്കുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇവരെ 2 പേരെയും പുറത്തിറങ്ങി കാണണം. പക്ഷേ ഇവിടെ സുരക്ഷ ഈ 100കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടി. ചിലപ്പോൾ ഒരുപക്ഷെ പോലീസിന് കനത്ത സുരക്ഷ ഇവിടെ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസ് ഇവിടെ നിന്ന് അയാളെ കൊണ്ടുപോയത്, ഈ പ്രതി അജ്മലിനെ കൊണ്ടുപോയത്. മാത്രമല്ല ഇന്ന് കോടതി പോലീസ് 2 ദിവസത്തേക്ക് ഇപ്പോൾ അജ്മൽ ഓടിച്ച കാറിന്റെ ഉടമയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിലേക്ക്
ഒന്നും പറയാനില്ല. ചോറ് തിരുവോണമായിട്ട് ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ ചോറ് ചോദിച്ച് ചോറ് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ വണ്ടി ഇവന് വാടകയ്ക്ക് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. പിന്നെ എങ്ങനെ ഇവ കൊണ്ടുപോയി? എന്റെ മോനുമായിട്ട് പൈനാപ്പിളിൽ പോയതാ. അങ്ങനെയുള്ളു, അല്ലാതെ ഒന്നുമില്ല. വണ്ടി ഞങ്ങൾ മനഃപൂർവ്വം എടുത്തോണ്ട് പോയത്. അമ്മയുടെ പേരിലുള്ളതാണ് വണ്ടി. ഇൻഷുറൻസ് അന്നാണ് എടുത്തത്, തീർന്നു പോയത്. 13-ാം തീയതി ഇൻഷുറൻസ് തീർന്നതാ. അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ വാടക രാജ്കുമാർ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. രാജ്കുമാർ, ഈ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹോട്ടലിൽ അടക്കം തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണോ ഇപ്പോൾ ഇവിടെ ഈ തെളിവെടുപ്പ് തുടരുന്നത്? മാത്രമല്ല, ഇപ്പോൾ നരഹത്യാ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ടല്ലോ ഈ പ്രതികൾക്കെതിരെ. രാജ്കുമാർ, ഈ പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്ന ഈ ഹോട്ടലിൽ അടക്കം തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണോ ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത്? മാത്രവുമല്ല, ഈ നരഹത്യാ കുറ്റമടക്കം ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. ഇത് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇതിൽ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെ പോലീസിൻ്റെ മുമ്പിലുണ്ട്. അവർക്ക് 2 വട്ടം ആദ്യം വന്നപ്പോൾ തന്നെ ഈ മദ്യപിച്ച സ്ഥലത്ത് ആദ്യം കൊണ്ടുപോയി തെളിവെടുപ്പ് നടപടികൾ നടത്തി. അത് കഴിഞ്ഞ് പിന്നീട് വന്നത് ആനൂർക്കാവിലാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ കണ്ടപ്പോൾ പോലീസിന് തന്നെ വേണ്ട സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന ജില്ലാ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ തന്നെ വൈരാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആനൂർക്കാവിൽ നടക്കുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.